അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ പല ഭാഗങ്ങളിലും ശക്തമായ മഴയും കാറ്റുമായിട്ട് അല്ലേ, ഇപ്പോൾ 2-3 ദിവസമൊക്കെ മുടക്ക് പ്രഖ്യാപിച്ചു. ഇന്ന് മിക്കവാറും പല ജില്ലകളിലും സ്കൂളുകൾ വീണ്ടും തുറന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചെത്താൻ ശ്രമിക്കുക. അവിടെ ഇവിടെ നിന്ന് റോട്ടിലൊന്നും കറങ്ങി നടക്കാതെ ഈ മഴയും കാറ്റൊക്കെ കഴിയുന്നത് വരെയെങ്കിലും നിങ്ങൾ സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ വീട്ടിലേക്കൊക്കെ എത്താൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ മഴയത്ത് ഒലിച്ചു പോയിട്ടില്ലല്ലോ അല്ലേ? അതൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്കിനി നമ്മുടെ അടുത്ത ഭാഗമാണ് പഠിക്കാനുള്ളത്, അതായത് ട്രയാങ്കിൾ സെൻറ്റേഴ്സ്, അതായത് ത്രികോണ കേന്ദ്രങ്ങൾ. അപ്പോൾ നമുക്കൊരു ത്രികോണം കിട്ടിക്കഴിഞ്ഞാൽ ആ ത്രികോണത്തിൻ്റെ ലംബ സമഭാജി അല്ലേ, അതായത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ, ഓരോ വശത്തിൻ്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചുകൊണ്ട് അതിൻ്റെ സർക്കം സെൻറ്റർ, അതായത് പരിവൃത്ത കേന്ദ്രം വരയ്ക്കൽ നമുക്കറിയാം അല്ലേ? ഓർമ്മയില്ല എല്ലാവർക്കും? എങ്ങനെ വരയ്ക്കും നമ്മൾ സാധാരണ ഇപ്പോൾ ഈ വശത്തിൻ്റെ വരയ്ക്കുകയാണെങ്കിൽ കോമ്പസ് എടുത്തിട്ട് പകുതിനേക്കാൾ കൂടുതൽ നീളത്തിലെടുത്തിട്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കും അല്ലേ? ഇവിടെ ഒരു ആർക്ക് വരയ്ക്കും, ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഒരു ആർക്ക് വരയ്ക്കും. അതിനുശേഷം ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ആർക്ക് വരയ്ക്കും, ഇങ്ങനെയും ആർക്ക് വരയ്ക്കും അല്ലേ? അതിനുശേഷം ഇവ തമ്മിൽ കൂട്ടിമുട്ടിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇതിൻ്റെ ലംബ സമഭാജി കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ കൂട്ടിമുട്ടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലംബ സമഭാജി കിട്ടി. അതേപോലെ അടുത്ത ഒരു വശത്തിൻ്റെയും ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് ഈ വശത്തിൻ്റെ പകുതിയിൽ കൂടുതൽ എടുത്തിട്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കാം, അതേപോലെ ഇവിടെയും ഒരു ആർക്ക് വരയ്ക്കാം. അതിനുശേഷം ഇവിടെ കോമ്പസ് കുത്തിയിട്ട് ഇങ്ങനെ ആർക്ക് വരയ്ക്കും, ഇങ്ങനെയും ആർക്ക് വരയ്ക്കും അല്ലേ? ഇനി ഇവ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ലംബ സമഭാജി കിട്ടി അല്ലേ? അപ്പോൾ ഈ രണ്ട് ലംബ സമഭാജിയും കൂട്ടിമുട്ടുന്ന ഭാഗമാണ്, ആ പോയിന്റാണ് എന്ത്? പരിവൃത്ത കേന്ദ്രം, അതായത് സർക്കം സെൻറ്റർ അല്ലേ? ഈ സർക്കം സെൻറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നിന്ന് ഈ മൂലയിലേക്കും ഈ മൂലയിലേക്കും ഈ മൂലയിലേക്കും എല്ലാം ദൂരം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ? അതായത് നാം ഒരു ഇവിടെ വെച്ചിട്ട് ഇത് റേഡിയസ് ആയിട്ട് എടുത്തൊരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഈ സർക്കിൾ ഈ 3 മൂലയിലൂടെയും കടന്നു പോകും അല്ലേ? ഇനി അടുത്തത്, നാം ഒരു ത്രികോണത്തിന്റെ മൂലയിൽ നിന്ന് എതിർവശത്തേക്കുള്ള ലംബം അല്ലെ, അതിന് നമ്മൾ എന്താ പറയാ? ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയും, അല്ലെങ്കിൽ ഉന്നതി എന്ന് പറയും അല്ലേ? അപ്പൊ ആ ഉന്നതി എങ്ങനെ വരയ്ക്കാം? നമുക്കറിയാം, ഓരോ മൂലയിൽ നിന്നും ഇതിലേക്ക് ലംബം വരയ്ക്കാം അല്ലെ, അതായത് 90 ഡിഗ്രി ആയിട്ട് വരയ്ക്കണം. അപ്പൊ നമുക്ക് ഈ മൂലയിൽ നിന്ന് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇതെന്തായിരിക്കണം? ഇത് 90 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായല്ലോ? ഇനി ഈ വശത്തേക്ക് ഈ മൂലയിൽ നിന്ന് ലംബം വരയ്ക്കുന്നു, ലംബം. അപ്പൊ ഇവിടെ 90 ഡിഗ്രി ആവണം. അപ്പൊ നമ്മൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ രണ്ടും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? ഇനി നമുക്ക് ഈ മൂലയിൽ നിന്ന് ഇങ്ങോട്ട്, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇതിൻ്റെ കൃത്യം 90 ഡിഗ്രി വരേണ്ട രൂപത്തിൽ നമ്മളിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതാണ് എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ എപ്പോഴും ഈ ലംബങ്ങളെല്ലാം ഒരു പോയിന്റിൽ കൂട്ടിമുട്ടും അല്ലേ? ഈ പോയിന്റിനെ പറയുന്ന പേരാണെന്ത്? ലംബ കേന്ദ്രം അഥവാ ഓർത്തോ സെൻറ്റർ. മനസ്സിലായല്ലോ? ഓർത്തോ സെൻറ്റർ. അതായത് ലംബ കേന്ദ്രം. ഇതെന്താണ്? ഇത് സർക്കം സെൻറ്റർ അല്ലേ? സർക്കം സെൻറ്റർ. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്, ഈ ത്രികോണത്തിന്റെ മൂലകളിൽ നിന്ന് എതിർവശത്തിന്റെ, ഇത് എതിർവശത്തിലേക്കുള്ള ലംബങ്ങളാണ് അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? മൂലകളിൽ നിന്ന് എതിർവശത്തിന്റെ മിഡ് പോയിന്റിലേക്ക്, അതായത് മധ്യബിന്ദുവിലേക്ക് വരയ്ക്കുന്ന വരകളാണ്. അപ്പൊ ഇതിങ്ങനെ വരച്ചു. ഇനി ഈ മൂലയിൽ നിന്ന് ഇതിന്റെ മധ്യബിന്ദു ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ കൂട്ടി വരച്ചു. ഇനി ഈ മൂലയിൽ നിന്ന് ഇതിന്റെ മധ്യബിന്ദുവിലേക്ക് ഇങ്ങനെ കൂട്ടി വരച്ചു. അപ്പൊ ഈ വരച്ച 3 വരകളെല്ലാം ഒരു പോയിന്റിലാണ് കൂട്ടിമുട്ടുന്നത്. അതായത് അപ്പൊ ഈ മീഡിയൻസ് ഈ പോയിന്റിൽ കൂട്ടിമുട്ടി. ഈ പോയിന്റിനെയാണ് ഈ ത്രികോണത്തിന്റെ എന്ത്? മധ്യമ കേന്ദ്രം അഥവാ സെൻട്രോയിഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് സെൻട്രോയിഡ്. അല്ലെങ്കിൽ മധ്യമ കേന്ദ്രം. അപ്പൊ 3 തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലായല്ലോ? ഇത് പരിവൃത്ത കേന്ദ്രം അല്ലേ? സർക്കം സെൻറ്റർ, അതായത് പരിവൃത്ത കേന്ദ്രം. ഇത് ഓർത്തോ സെൻറ്റർ, അതായത് ലംബകേന്ദ്രം. ഇതാണെങ്കിലോ സെൻട്രോയിഡ്, മധ്യമ കേന്ദ്രം. ഇനി നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് സെൻട്രോയിഡിനെ കുറിച്ചാണ്, അതായത് മധ്യമ കേന്ദ്രത്തെ കുറിച്ചാണ്.
ഈ മധ്യമ കേന്ദ്രത്തെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. ഈ മൂലയിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്, അതായത് ഈ മീഡിയനെ ഈ സെൻട്രോയിഡ് 2 കഷ്ണങ്ങളാക്കുന്നുണ്ട് അല്ലേ. അതേപോലെ ഈ മീഡിയനെയും ഈ സെൻട്രോയിഡ് 2 പീസാക്കുന്നു അല്ലേ. അതുപോലെ ഇതിനെയും 2 പീസാക്കുന്നു. അപ്പോൾ എപ്പോഴും ഈ മൂലയിൽ നിന്ന് ഈ സെൻട്രോയിഡ്, അതായത് ഈ മധ്യമ കേന്ദ്രത്തിലേക്കുള്ള ദൂരം ഇങ്ങോട്ടുള്ള ദൂരത്തിൻ്റെ ഇരട്ടി ആയിരിക്കും. നാം പറഞ്ഞിവിടെ ഇതിനെ ഈ സെൻട്രോയിഡ് ഈ ഓരോ മീഡിയനെയും 2 ആക്കുന്നുണ്ട് അല്ലേ, 2 ഭാഗങ്ങളാക്കുന്നുണ്ട്. ഈ 2 ഭാഗമാക്കുന്നതിൽ ഒരു ഭാഗത്തിൻ്റെ നീളം മറ്റേ ഭാഗത്തിൻ്റെ നീളത്തിൻ്റെ ഇരട്ടിയായിരിക്കും. അത് എവിടെ നിന്ന് നോക്കുമ്പോൾ ഈ മൂലയിൽ നിന്ന്, അത് ശ്രദ്ധിക്കുക, ഓരോ മൂലയിൽ നിന്നും ഈ ബിന്ദുവിലേക്കുള്ള ദൂരം ഈ എതിർവശത്തിൻ്റെ മധ്യബിന്ദുവിലേക്കുള്ള ദൂരത്തിൻ്റെ എന്തായിരിക്കും, ഇരട്ടിയായിരിക്കും. ഇനി നമുക്ക് ഇതെടുത്ത് നോക്കാം. അപ്പോൾ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള നീളം എത്രയായിരിക്കും, ഈ മധ്യബിന്ദുവിലേക്കുള്ള ദൂരത്തിൻ്റെ ഇരട്ടിയായിരിക്കും. അപ്പോൾ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ ഈ സെൻട്രോയിഡ് അല്ലെങ്കിൽ മധ്യമ കേന്ദ്രം ഓരോ നടുവരകളെയും എങ്ങനെ ഭാഗിക്കുന്നു, 2:1 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുന്നു. മനസ്സിലായ? അപ്പോൾ 2 ഏത് ഭാഗത്തായിരിക്കും, മൂലയിൽ നിന്ന് ഇങ്ങോട്ട് 2 കേട്ടോ, തെറ്റരുത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് 2, ബാക്കി ഇങ്ങോട്ട് അതിൻ്റെ പകുതി. അപ്പോൾ ഇത് നമുക്ക് പ്രൂവ് ചെയ്യാനും മറ്റും ആവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് നല്ലവണ്ണം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഈ 2:1 എന്ന അംശബന്ധത്തിലാണ് ഭാഗിക്കുക എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൂവ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് നമുക്ക് പ്രൂവ് ചെയ്യുക? അതിന് നമുക്കൊരു ത്രികോണം കൂടി ഒന്ന് വരച്ചു നോക്കാം. ഇതൊരു ത്രികോണം, ABC എന്ന് പറയുന്ന ഒരു ത്രികോണം. ഇനി നാം എന്താണ് പറഞ്ഞത്, എയിൽ നിന്ന് ഈ BCയുടെ മധ്യബിന്ദുവിലേക്ക് ഞാനിപ്പോൾ ഒരു വര വരച്ചു. ഇതാണ് മീഡിയൻ. ഇനി അതേപോലെ നമുക്ക് ബിയിൽ നിന്ന് ഇതിൻ്റെ ACയുടെ മധ്യബിന്ദു ഇതാണെന്ന് വിചാരിക്കുക, അതിലേക്കൊരു വര വരച്ചു. ഈ വരച്ച 2 മീഡിയനുകളും എവിടെ കൂട്ടിമുട്ടുന്നുണ്ട്, ഇവിടെ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുന്നുണ്ട് അല്ലേ. അതിന് നമുക്ക് G എന്ന് പേര് കൊടുക്കാം, G. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മധ്യബിന്ദുവിനെ ABCD, ഇത് E. ഇനി നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, ഈ AG എന്ന് പറയുന്നത് GDയുടെ ഇരട്ടിയാണ് അല്ലേ. അതായത് 2:1 എന്ന അംശബന്ധത്തിലാണ് ഈ പോയിന്റ് ഇതിനെ കട്ട് ചെയ്യുന്നത്. അതാണ് നാം പ്രൂവ് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ BG എന്ന് പറയുന്നത് എന്തിൻ്റെ ഇരട്ടിയായിരിക്കും, GEയുടെ ഇരട്ടിയായിരിക്കും. മനസ്സിലായല്ലോ? ഇപ്പോൾ നമുക്ക് ഇതൊക്കെ ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ കിട്ടി, ABG എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിൾ കിട്ടി അല്ലേ, ആണല്ലോ. നമുക്ക് ഈ AGയുടെ, ഈ ത്രികോണത്തിലെ ഈ AGയുടെ മധ്യബിന്ദു അങ്ങോട്ട് എടുക്കാം. ഇതാണ് മധ്യബിന്ദു. ഈ GB, ഈ വശത്തിൻ്റെ മധ്യബിന്ദു നമ്മൾ എടുത്തു. ഇനി നമുക്ക് ഈ ത്രികോണത്തിലെ ഈ മധ്യബിന്ദു, ഈ എന്ന് പറയുന്ന പോയിന്റും ഇതിൻ്റെ മധ്യബിന്ദുവും തമ്മിൽ അങ്ങോട്ട് കൂട്ടി യോജിപ്പിക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ യോജിപ്പിച്ചു, ഇത് ഇങ്ങനെ യോജിപ്പിച്ചു. ഇനി ഇതിൻ്റെ മധ്യബിന്ദുക്കൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു, ഇയും ഡിയും തമ്മിലും കൂട്ടി യോജിപ്പിച്ചു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മധ്യബിന്ദുവിന് P എന്ന് പേര് കൊടുക്കാം, ഇത് Q. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരം, അതായത് AG എന്ന് പറയുന്നത് ഈ GDയുടെ ഇരട്ടിയാണ് എന്നാണ് നാം പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. അതേപോലെ BG എന്ന് പറയുന്നത് GEയുടെ ഇരട്ടിയായിരിക്കും. അപ്പോൾ നമ്മൾ ഈ പോയിന്റുകൾ, മധ്യബിന്ദുക്കളുടെ പോയിന്റുകൾ തമ്മിൽ കൂട്ടി യോജിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി, PQDE എന്ന് പറയുന്ന ഒരു സമാന്തരീകം കിട്ടി. അപ്പോൾ അത് വെച്ചാണ് നാം പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇൻ പാരലോഗ്രാം ഏത് പാരലോഗ്രാം, PQDE. അപ്പോൾ സമാന്തരികം PQDയിൽ നമുക്കറിയാം ഒരു സമാന്തരികത്തിൻ്റെ വികർണങ്ങൾ അല്ലേ, അതായത് ഡയഗണൽസ്. ഇത് ഈ PD എന്ന് പറയുന്നത് ഡയഗണലാണ്, അതുപോലെ QE എന്ന് പറയുന്നത് ഒരു വികരണം ഡയഗണലാണ് അല്ലേ. അപ്പോൾ ഇവ എന്ത് ചെയ്യും, പരസ്പരം സമഭാഗം ചെയ്യും അല്ലേ, അതായത് ബൈസെക്ട് ചെയ്യും നമുക്കറിയാം. അതായത് PG എന്ന് പറയുന്നതും GD എന്ന് പറയുന്നതായിരിക്കും ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം അത് എഴുതാം. എങ്ങനെ എഴുതാം, PG = GD, PG = GD. അതേപോലെ തന്നെ ഈ വികരണം എടുത്ത് നോക്കിയേ,
ക്യു ജി ഏതിന് ഈക്വൽ ആയിരിക്കും? ജി ഇക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അത് എഴുതാം, ക്യു ജി സീക്വൽ ടു ജി ഇ. അപ്പോൾ അതിന് റീസൺ ഓർമ്മയില്ലാത്തൊരു എഴുതി വെക്കുക. ഡയഗണൽസ് ബൈസെക്ട്സ് ഈച്ച് അതർ, വികർണങ്ങൾ സമഭാഗം ചെയ്യും എന്ന് എഴുതി വെക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു പി ജി ജി ഡിക്ക് ഈക്വലാണ്, ക്യു ജി ജി ഇക്കും ഈക്വലാണ്. ഇനി നമ്മൾ ഇങ്ങോട്ട് നോക്കിയാൽ എ ജിയുടെ മധ്യബിന്ദുവാണ് പി. അങ്ങനെയാണെങ്കിൽ എ പിയും പി ജിയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ? അതേപോലെ ക്യു എന്ന് പറയുന്നത് ഈ ബി ജിയുടെ മധ്യബിന്ദുവാണ് ക്യു. അങ്ങനെയാണെങ്കിൽ ബി ക്യുവും ക്യു ജിയും ഈക്വൽ ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്കത് എഴുതാം, എ പി സീക്വൽ ടു പി ജി. ഇതിനെന്താണ് കാരണം? പി എന്ന് പറയുന്നത് എ ജിയുടെ മധ്യബിന്ദുവാണ് പി, ബി ജിയുടെ മധ്യബിന്ദുവാണ് ക്യു. അപ്പോൾ റീസൺ എഴുതാം. അപ്പോൾ പി ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് എ ജി, പിന്നെ ക്യു ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് ബി ജി. അങ്ങനെ എഴുതാം. പി എ ജിയുടെ മധ്യബിന്ദുവാണ്, ക്യു ബി ജിയുടെ മധ്യബിന്ദുവാണ്. അപ്പോൾ അത്രയും കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് എന്താണ് തെളിയിക്കേണ്ടത്? എ ജി എന്ന് പറയുന്നത് അല്ലെ ജി ഡിയുടെ ഇരട്ടിയാണ്. അതാണ് നാം പ്രൂവ് ചെയ്യേണ്ടത്. ഈ എ ജി എന്ന് പറയുന്നത് എന്താണ്? എ ജി എന്ന് പറയുന്നത് എ പിയും പി ജിയും തമ്മിൽ കൂട്ടിയതാണ് എ ജി അല്ലേ? അപ്പോൾ നമുക്കറിയാം എ ജി സീക്വൽ ടു എ പി പ്ലസ് പി ജി. പക്ഷെ നാം പറഞ്ഞിട്ടുണ്ട് ആദ്യം എ പിയും പി ജിയും ഈക്വൽ ആണ് എന്ന് നാം ആദ്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ? എ പിയും പി ജിയും ഈക്വൽ ആണ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. എ പിയും പി ജിയും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എ പി പ്ലസ് പി ജി എന്ന് പറയുന്നതിന് പകരം എന്ത് എഴുതാം? 2 പി ജി എന്ന് എഴുതാം അല്ലേ? എ പി പ്ലസ് പി ജി എന്ന് എഴുതുന്നതിന് പകരം എന്ത് എഴുതാം? 2 പി ജി എന്ന് എഴുതാം. അപ്പൊ നമ്മൾ ആദ്യം എന്താ പറഞ്ഞത്? പി ജി എന്ന് പറയുന്നത് ജി ഡിക്ക് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ആദ്യം നാം പറഞ്ഞിട്ട് പി ജിയും ജി ഡിയും ഈക്വൽ ആണ്, കാരണം ഇത് വികരണമാണ്, വികരണങ്ങളെ സമഭാഗം ചെയ്യുന്നു പറഞ്ഞു അല്ലെ? പി ജി ഇസ് ഈക്വൽ ടു ജി ഡി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ 2 പി ജിക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? 2 ജി ഡി എന്ന് എഴുതാം അല്ലെ? അങ്ങനെയും എഴുതാം. അപ്പൊ 2 ജി ഡി. അപ്പൊ നമുക്കിവിടെ എന്ത് കിട്ടിയെന്ന് നോക്കിയേ. എ ജി, അതായത് എ ജി എന്ന് പറയുന്നത് എത്രയാണ്? 2 ജി ഡി ആണ്. ഇതാണ് ജി ഡി, 2 ജി ഡി ആണ്. അതായത് ഇതിന്റെ ഇരട്ടിയാണ് ഇത്. മനസ്സിലായല്ലോ? അപ്പൊ അത് കിട്ടി. ഇനി നമുക്ക് ഇപ്പുറം നോക്കാം. ബി ജി അല്ലെ? ബി ജി ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ബി ജി എന്ന് പറയുന്നത് എന്താണ്? ബി ക്യൂവും ക്യു ജിയും തമ്മിൽ കൂട്ടിയതാണ് ബി ജി അല്ലെ? അപ്പൊ നമുക്ക് എഴുതാം ബി ജി സീക്വൽ ടു ബി ക്യൂവും പ്ലസ് ക്യു ജി. പക്ഷെ നമുക്കറിയാം ബി ക്യൂവും ക്യു ജിയും ഈക്വൽ ആണ് നമുക്കറിയാം അല്ലെ? ഇത് എന്താണ്? മിഡ് പോയിന്റ് ആണ്. നമ്മൾ എഴുതിയിട്ടുണ്ട് ബി ക്യു സീക്വൽ ടു ക്യു ജി എന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ബി ക്യു പ്ലസ് ക്യു ജിക്ക് പകരം എന്ത് എഴുതാം? 2 ക്യു ജി എന്ന് എഴുതാം. അതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ക്യു ജി എന്ന് പറഞ്ഞത് ഏതിന് ഈക്വൽ ആണ്? ഇക്ക് ഈക്വൽ ആണ്, വികരണങ്ങൾ അല്ലെ? വികരണങ്ങൾ സമഭാഗം ചെയ്യും. സീക്വൽ ടു 2, അതായത് ജി ഡിവൈഡ്സ് ഏതിനൊക്കെ? എ ഡിയെയും ബി ഇയെയും. എങ്ങനെ? ഇൻ ദി റേഷ്യോ 2:1. ഇതൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്, കാരണം ഒരു പക്ഷേ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒരു സെൻട്രോയിഡ് മീഡിയൻസിനെ 2:1 എന്ന അംശബന്ധത്തിലാണ് ഭാഗിക്കുക എന്നത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ഇത് എഴുതി വെച്ചാൽ മതി. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 58, 59, 60 അല്ലേ? അതിൽ മിക്കവാറും ചോദ്യങ്ങളെല്ലാം നമുക്ക് പ്രൂവ് ചെയ്യാൻ ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ എപ്പോഴും ഓർമ്മ വേണം. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ആദ്യം പേജ് നമ്പർ 58 ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഒന്ന് കടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. ഡ്രോ എ റൈറ്റ് ആംഗിൾ ആൻഡ് ഡ്രോ ദി പെർപെൻഡിക്കുലർ ഫ്രം ദി മിഡ് പോയിന്റ് ഓഫ് ദി ഹൈപ്പോട്ടനസ് ടു ദി ബേസ്. ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലെ? ഒരു മട്ടത്രികോണം വരയ്ക്കുക. മട്ടത്രികോണത്തിന്റെ കർണത്തിന്റെ മിഡ് പോയിന്റ് മധ്യബിന്ദുവിൽ നിന്ന് ഇതിന്റെ ബേസിലേക്ക്, അതായത് പാദത്തിലേക്ക് ഒരു ലംബം വരച്ചിരിക്കുന്നു. ശ്രദ്ധിക്കുക, ലംബം. അപ്പൊ അതായത് ഇത് മട്ടത്രികോണം 90 ഡിഗ്രി, ഇങ്ങോട്ട് ലംബം വരച്ചു കഴിഞ്ഞാൽ ഇതും 90 ഡിഗ്രി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? പ്രൂവ് ദാറ്റ് ദിസ് പെർപെൻഡിക്കുലർ ഈസ് ഹാഫ് ദി വെർട്ടിക്കൽ സൈഡ് ഓഫ് ദി ലാർജ് ട്രയാംഗിൾ. അപ്പൊ ഈ കാര്യം നമുക്ക് ആദ്യം അറിയാം അല്ലേ?
ഒരു മിഡ് പോയിന്റിൽ നിന്ന് ഇതിന് പെർപെൻഡിക്കുലർ, ഇതിന് സമാന്തരമായി കൊണ്ട് ഒരു വര വരച്ചു കഴിഞ്ഞാൽ അത് മൂന്നാമത്തെ വശത്തിൻ്റെ മധ്യബിന്ദുവിലാണ് മുട്ടാന്ന് നാം പഠിച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ പകുതിയാകുമെന്ന് നാം പഠിച്ചിട്ടുണ്ട്. ഇതിന് പാരലാണെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇതൊക്കെ നാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മളോട് ഇതൊന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ പകുതിയാണ് ഇത് എന്ന് നാം പ്രൂവ് ചെയ്യണം. അപ്പോൾ എപ്പോഴും പ്രൂവ് ചെയ്യാൻ പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ട് 1-2 പോയിന്റുകളാണ് ഉണ്ടാവുക. ആ പോയിന്റുകൾ നമ്മൾ കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്കതിന് മാർക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യം നമുക്കൊരു ട്രയാങ്കുലർ പേര് കൊടുക്കാം. ABC പേര് കൊടുത്തു. ഈ ലംബത്തിന് നമുക്ക് PQ. അപ്പോൾ നമുക്കറിയാം, നാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ AC-യുടെ മിഡ് പോയിന്റ് ആണ് P എന്ന് പറഞ്ഞിട്ട് ചോദ്യത്തിലുണ്ട് അല്ലേ. Pയിൽ നിന്ന് ഇങ്ങോട്ട് ലംബം വരച്ചു കഴിഞ്ഞാൽ, അതായത് BC എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് 90 ഡിഗ്രി ആണ്. അപ്പം ഇതിന് പാരലായിട്ട് ഇങ്ങനൊരു വര വരച്ചു കഴിഞ്ഞാൽ, ലംബം വരച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെയും 90 ഡിഗ്രി ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ വേറൊരു കാര്യമുണ്ടല്ലോ, ഈ വശത്തിൻ്റെ എവിടേക്കായിരിക്കും കൂട്ടിമുട്ട? മധ്യബിന്ദുവിലേക്കായിരിക്കും കൂട്ടിമുട്ട അല്ലേ. നമ്മൾ മുമ്പ് പഠിച്ചു. അപ്പം നമുക്ക് ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാം. എന്താ? PQ എന്ന് പറയുന്നത് എന്താണ്? ഈ 2 വശങ്ങളുടെ മധ്യബിന്ദുക്കൾ തമ്മിൽ യോജിച്ച് കിട്ടുന്നതാണ് PQ. അങ്ങനെയാണെങ്കിൽ PQ എന്തിൻ്റെ പകുതിയായിരിക്കും? BC-യുടെ മൂന്നാമത്തെ വശത്തിൻ്റെ പകുതിയായിരിക്കും അല്ലേ. അപ്പം അത്രയുള്ള സ്റ്റെപ്പുകൾ. അപ്പോൾ അത് നമുക്ക് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരമായി. അപ്പോൾ നമുക്ക് എഴുതാം. ആദ്യം എന്താ പറഞ്ഞിട്ടുള്ളത്? P അല്ലേ. P ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് AC. AC-യുടെ മിഡ് പോയിന്റ് ആണ് P. P ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് AC. ഇനി നമ്മുടെ ചോദ്യത്തിലുണ്ട് പിയിൽ നിന്ന് ഇതിന് പെർപെൻഡിക്കുലർ ആയിക്കൊണ്ടാണ് ഇത് വരച്ചിട്ടുള്ളത്, PQ വരച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് അത് എഴുതാം. PQ ഏതിന് പെർപെൻഡിക്കുലർ ആണ്? ABക്ക് പെർപെൻഡിക്കുലർ ആണ് അല്ലേ. പെർപെൻഡിക്കുലർ ടു AB. അപ്പോൾ PQ ABക്ക് പെർപെൻഡിക്കുലർ ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? PQവും BCയും പാരലാണ് അല്ലേ. അപ്പോൾ PQ പെർപെൻഡിക്കുലർ AB, അതിൻ്റെ അർത്ഥം എന്താണ്? ദാറ്റ് ഈസ് PQ എന്തിന് പാരലാണ്? BCക്ക് പാരലാണ്. പാരൽ ടു BC. അപ്പോൾ PQ BCക്ക് പാരലായാലും എന്ത് സംഭവിക്കും? Q എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ABയുടെ മിഡ് പോയിന്റ് ആയിരിക്കും അല്ലേ. അതാണ് നാം ആദ്യം പറഞ്ഞത്. ഒരു വശത്തിൻ്റെ മധ്യബിന്ദുവിൽ നിന്ന് മറ്റൊരു വശത്തിന് സമാന്തരമായി ഒരു വര വരച്ചു കഴിഞ്ഞാൽ അത് മൂന്നാമത്തെ വശത്തിന്റെ മധ്യബിന്ദുവിലാണ് കൂട്ടിമുട്ടുക അല്ലേ. അപ്പൊ അതായത് Q എന്ന് പറയുന്നതിന്റെ മധ്യബിന്ദുവായി മാറി ABയുടെ മധ്യബിന്ദുവാണ്. അപ്പൊ നമുക്ക് എഴുതാം, therefore Q is the midpoint of AB. ആയതുകൊണ്ട് Q ABയുടെ മധ്യബിന്ദുവാണ്. അപ്പോൾ അതിന് ഓർമ്മയില്ലാത്തവർ, ഇതൊക്കെ നമ്മൾ വളരെ വിശദമായി പറഞ്ഞു പോകുന്നതാണ്. ഇനി അത് ഓർമ്മ ഇല്ലാത്തവരൊന്നും കൂടി അതിൻ്റെ റീസൺ ഒന്ന് എഴുതി വെച്ചോ. ഒരു വശത്തിൻ്റെ മധ്യബിന്ദുവിൽ നിന്ന് മറ്റൊരു വശത്തിന് സമാന്തരമായി വരയ്ക്കുന്ന വര മൂന്നാമത്തെ വശത്തിൻ്റെ മധ്യബിന്ദുവിൽ കൂട്ടിമുട്ടും. എ ലൈൻ പാരലൽ ടു എ സൈഡ് ഫ്രം ദി മിഡ് പോയിന്റ് ഓഫ് ദി അനദർ സൈഡ് മീറ്റ് ദി മിഡ് പോയിന്റ് ഓഫ് തേർഡ് സൈഡ്. അപ്പോൾ അങ്ങനെ നമ്മൾ റീസൺ എഴുതി വെക്കുക, ഓർമ്മയില്ലാത്തവർ. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? PQ എന്ന് പറയുന്നത് Pയും Qവും ഈ 2 വശങ്ങളുടെ മധ്യബിന്ദുവാണ്. ഈ വശങ്ങളുടെ മധ്യബിന്ദുവ് തമ്മിൽ യോജിപ്പിച്ചാൽ കിട്ടുന്ന വര എന്തായിരിക്കും? ഇതിൻ്റെ പകുതിയായിരിക്കും അല്ലേ. നാം പഠിച്ചിട്ടുള്ളതാണ്. അടുത്ത് നമുക്കത് എഴുതാം. therefore PQ is equal to എന്തിൻ്റെ പകുതിയായിരിക്കും? BCയുടെ പകുതിയായിരിക്കും. അര BC. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? 2 വശങ്ങളുടെ മധ്യബിന്ദുക്കൾ തമ്മിൽ യോജിച്ച് കിട്ടുന്ന വര മൂന്നാമത്തെ വശത്തിൻ്റെ പകുതിയായിരിക്കും. മനസ്സിലായോ? അതും ഓർമ്മയില്ലാത്തൊരു എഴുതി വെച്ചോളൂ. ദി ലൈൻ ജോയിനിങ് ദി മിഡ് പോയിന്റ് ഓഫ് 2 സൈഡ്സ് ഈസ് ഹാഫ് ദി ലെങ്ത് ഓഫ് തേർഡ് സൈഡ്. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ തെളിയിക്കാൻ. ഇനി നമുക്കതിൽ വേറെ ചോദ്യം കൂടി ഉണ്ട്. പ്രൂവ് ദാറ്റ് ദി ഡിസ്റ്റൻസ് ഫ്രം ദി മിഡ് പോയിന്റ് ഓഫ് ദി ഹൈപ്പോട്ടനസ് ടു ദി 3 വെർട്ടിക്സ് ഓഫ് ദി ലാർജ് ട്രയാങ്കിൾ ആർ ഈക്വൽ. അതായത് കർണത്തിൻ്റെ മധ്യബിന്ദുവിൽ നിന്ന്, ഈ പോയിന്റിൽ നിന്ന് ഈ വലിയ ത്രികോണത്തിൻ്റെ 3 മൂലകളിലേക്കുമുള്ള ദൂരം ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് ഇപ്പം ഇങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ
ഇങ്ങോട്ട് ദൂരം പി എ ഇസ് ഈക്വൽ ടു പി സി ഇസ് ഈക്വൽ ടു പി ബി അല്ലേ, അതായത് പി ബി. ഈ 3 നീളവും ഈക്വൽ ആണെന്നാണ് നാം പ്രൂവ് ചെയ്യേണ്ടത്. രണ്ടാമത്തത്, ഈ ഫിഗർ അനുസരിച്ച് നമുക്ക് എങ്ങനെ എഴുതിയാൽ മതി, എങ്ങനെ പ്രൂവ് ചെയ്താൽ മതി? ഈ ദൂരം എന്ന് പറയുന്നത് ഇപ്പോൾ വി ഹാവ് ടു പ്രൂവ് എന്ത് പ്രൂവ് ചെയ്യണം? പി എ ഇസ് ഈക്വൽ ടു പി ബി ഇസ് ഈക്വൽ ടു പി സി അല്ല, 3 ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. പി എ ഇസ് ഈക്വൽ ടു പി ബി ഇസ് ഈക്വൽ ടു പി സി. ഇത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനുള്ള ഉത്തരമായി. അപ്പോൾ നമുക്കിവിടെ അറിയാം പി എന്ന് പറയുന്നത് ഇതിൻ്റെ മധ്യബിന്ദുവാണെന്ന് നമ്മുടെ ചോദ്യത്തിൽ തന്നെ ഉണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ പി എയും പി സിയും ഈക്വൽ ആണെന്ന് നമുക്ക് എളുപ്പം പറയാം. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ എന്തും കൂടി ഈക്വൽ ആണെന്ന് പറയണം, പി ബിയും അതിൻ്റെ കൂടെ ഈക്വൽ ആണെന്ന് പറയണം അല്ലേ. അവിടെയാണ് പ്രശ്നം. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യം ആദ്യം എഴുതി വെക്കാം. എന്തെഴുതാം? പി എ ഇസ് ഈക്വൽ ടു പി സി. പി എയും പി സിയും ഈക്വൽ ആണ്. അതിൻ്റെ റീസൺ എന്താണ്? പി ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് എ സി. അങ്ങനെ എഴുതാട്ടാ. എ സിയുടെ മധ്യബിന്ദുവാണ് പി. ഇനി നമ്മുടെ വിഷയം എന്താണ്? പി ബിയെ ഇതിൻ്റെ കൂടെ കൂട്ടണം. എങ്ങനെ കൂട്ടും നമുക്ക്? അപ്പോൾ ഇങ്ങോട്ടൊന്ന് നോക്കിയാൽ, ശ്രദ്ധിച്ച് നോക്കിയാൽ, ഇവിടെ നമുക്ക് ത്രികോണം കിട്ടിയിട്ടുണ്ട്, എ ബി പി അല്ലെങ്കിൽ പി എ ബി എന്ന് പറയുന്ന ത്രികോണം അല്ലേ. അപ്പോൾ അതിൽ 2 ത്രികോണങ്ങൾ വരുന്നുണ്ട്. അതിൽ പി ക്യു എ എന്ന് പറയുന്ന ത്രികോണവും പി ക്യു ബി എന്ന് പറയുന്ന 2 മട്ട ത്രികോണങ്ങൾ വരുന്നുണ്ട് അല്ലേ. 2 ത്രികോണങ്ങളും ഈക്വൽ ട്രയാങ്കിൾ ആണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പറയാം, അങ്ങനെയാണെങ്കിൽ പി എയും പി ബിയും ഈക്വൽ ആണ്. കാരണം എന്താണ്? ഈക്വൽ ട്രയാങ്കിളിന്റെ സിമിലർ സൈഡുകളാണ് ഇവ രണ്ടും എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതിന് മുമ്പ് എന്ത് വേണം? ഈ 2 ത്രികോണങ്ങളും ഈക്വൽ ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് എഴുതാം, കൺസിഡർ ഏതൊക്കെ ട്രയാങ്കിൾ? ട്രയാങ്കിൾ എ ക്യു പി, ട്രയാങ്കിൾ എ ക്യു പി ആൻഡ് ട്രയാങ്കിൾ ബി ക്യു പി. അപ്പോൾ ഈ 2 ത്രികോണങ്ങൾ പരിഗണിച്ചാൽ ഇനി ഇതിൻ്റെ സമാന വശങ്ങൾ ഏതൊക്കെ നോക്കിയേ. എ ക്യു സീക്വൽ ടു ക്യു ബി. എന്താണ് കാരണം? ഒന്നുകിൽ ക്യു ഇതിൻ്റെ മധ്യബിന്ദു ആണെന്ന് എഴുതി വെക്കാം, അല്ലെങ്കിൽ പി ക്യു ബൈസെക്ട്സ് എ ബി, എ ബിയെ സമഭാഗം ചെയ്യുന്നു എന്ന് എഴുതി വെക്കാം. ഏത് വേണമെങ്കിലും എഴുതാം. പി ക്യു ബൈസെക്ട്സ് പി ക്യു എ ബിയെ സമഭാഗം ചെയ്യുന്നു. അല്ലെങ്കിൽ എഴുതാം ക്യു ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് എ ബി, എ ബിയുടെ മധ്യബിന്ദുവാണ് ക്യു. അങ്ങനെ എഴുതിയാലും മതി. അപ്പോൾ നമ്മുടെ 2 വശങ്ങൾ നമ്മൾ ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഇനി എന്ത് വേണം നമുക്ക്? ഈ കോൺ നോക്കിയാൽ ഈ കോണും 90 ഡിഗ്രി, ഈ കോണും 90 ഡിഗ്രിയാണ് അല്ലേ. ആംഗിൾ പി ക്യു എ അല്ലേ, പി ക്യു എ സീക്വൽ ടു ആംഗിൾ പി ക്യു ബി സീക്വൽ ടു 90 ഡിഗ്രി. അത് രണ്ടും 90 ഡിഗ്രിക്ക് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് ഓരോ വശവും ഓരോ ആംഗിളും കിട്ടി. ഇനി എന്ത് വേണം? ഒരു വശം കൂടിയും കിട്ടണം അല്ലേ. ഈ വശം 2 ത്രികോണത്തിന് കോമൺ ആണ് അല്ലേ. ഈ പി ക്യു എന്ന വശം ഇതിൻ്റെ ഭാഗമാണ്, അതേപോലെ ഇതിൻ്റെയും ഭാഗമാണ്. അപ്പോൾ നമുക്ക് അത് എഴുതാലോ. പി ക്യു ഈക്വൽ ടു പി ക്യു അല്ലേ. അതെന്താണ്? കോമൺ സൈഡാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു വശം ഒരു ആംഗിൾ, അടുത്ത വശം ആംഗിൾ വശം അല്ലേ. അതായത് 2 സൈഡുകളും അതിൻ്റെ ഉള്ളിൽ ഒരു ആംഗിളും കിട്ടി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് എന്താവും? ഈക്വൽ ട്രയാങ്കിൾ ആവും അല്ലേ. അപ്പോൾ നമുക്ക് ഈ 2 ട്രയാങ്കിളും എന്താണ്? ട്രയാങ്കിൾ, ദർഫോർ ട്രയാങ്കിൾ എ ക്യു പി ഈക്വൽ ടു ട്രയാങ്കിൾ ബി ക്യു പി. എസ് സൈഡ് ആംഗിൾ, പിന്നെ ഒരു സൈഡ് ആംഗിൾ സൈഡ്. അപ്പോൾ 2 ത്രികോണങ്ങൾ ഈക്വൽ ട്രയാങ്കിൾ ആണെങ്കിൽ അതിൻ്റെ സമാന വശങ്ങൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം ദർഫോർ പി എ സീക്വൽ ടു പി ബി സൈഡ്സ്. സമാന വശങ്ങൾ. ഇനി നമ്മൾ ഇങ്ങോട്ട് നോക്കിയാൽ നാം ആദ്യം പറഞ്ഞു പി എ സീക്വൽ ടു പി സി. നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് വേണമെങ്കിൽ കൊടുത്തു. ഇപ്പം നമുക്ക് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു പി എ പി സിക്ക് ഈക്വൽ ആണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു പി എ പി ബിക്കും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ പി എയും പി ബിയും പി സിയും എല്ലാം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ. ദർഫോർ ഫ്രം ഇക്വേഷൻ
1 and 2. PA is equal to PB is equal to PC. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമുക്കതിൽ അടുത്ത എന്താണെന്ന് നോക്കാം. പ്രൂവ് ദാറ്റ് ദി സർക്കംസെൻറ്റർ ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് ഇറ്റ്സ് ഹൈപ്പോട്ടിനസ്. അതായത് ഒരു മട്ടത്രികോണത്തിന്റെ സർക്കംസെൻറ്റർ, അതായത് പരിവൃത്ത കേന്ദ്രം കർണത്തിന്റെ മധ്യബിന്ദുവാണ് എന്ന് തെളിയിക്കുക. ഇതൊക്കെ ഒരേ ടൈപ്പ് ചോദ്യങ്ങൾ തന്നെയാണ്. ഈ ചോദ്യം എന്താണെന്ന് നോക്കിയാൽ, ഒരു മട്ടത്രികോണം, ഇതാണ് നമ്മുടെ മട്ടത്രികോണം അല്ലേ, ഇതിന്റെ കർണത്തിന്റെ മധ്യബിന്ദു ഇതാണ് ഇതിന്റെ പരിവൃത്ത കേന്ദ്രം, സർക്കം സെൻറ്റർ ഇതാണ്. അതായത് സർക്കം സെൻറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ നിന്ന് നാം ഈ റേഡിയസ് എടുത്തുകൊണ്ട് വൃത്തം വരച്ചു കഴിഞ്ഞാൽ ഈ 3 മൂലയിലൂടെയും അത് കടന്നു പോകും അല്ലേ. അതായത് എന്താണ് അതിൽ നിന്ന് പ്രൂവ് ചെയ്യേണ്ടത്, ഈ പി എയും പി ബിയും പി സിയും ഈക്വൽ ആയിരിക്കണം അല്ലേ. ഈക്വൽ ആയാൽ മാത്രമാണ് നാം ഈ അളവെടുത്തിട്ട് ഈ അളവ് റേഡിയസ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് ത്രികോണം വരച്ചു കഴിഞ്ഞാൽ എന്താവും, അത് 3 മൂലകളിലേയും കടന്നു പോകും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് കൂടുതലായിട്ട് പ്രൂവ് ചെയ്യാനൊന്നുമില്ല, നമ്മൾ ഇതേ സംഗതി തന്നെ എഴുതി വെക്കാം. അതിനുശേഷം 1-2 വരി നമ്മളൊന്ന് കൂടുതൽ എഴുതിയാൽ മതി. നാം പി എ ഇസ് ഈക്വൽ ടു പി ബി ഇസ് ഈക്വൽ ടു പി സി എന്ന് തെളിയിച്ചു. അതിനുശേഷം നമ്മൾ എഴുതാം, മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഈ പറയുന്നത്, ഈ മട്ടത്രികോണത്തിന്റെ 3 മൂലകളിൽ നിന്നും കർണത്തിന്റെ മധ്യബിന്ദുവിലേക്കുള്ള ദൂരം തുല്യമായതിനാൽ പരിവൃത്ത കേന്ദ്രം എന്തായിരിക്കും, കർണത്തിന്റെ മധ്യബിന്ദു ആയിരിക്കും. Since the midpoint of hypotenuse is equidistant from the 3 vertex of the triangle, it is the circumcenter of the triangle. It is the circumcenter of the right angle triangle. ഇനി നമുക്കതിൽ ബാക്കി കുറച്ച് ചോദ്യങ്ങൾ കൂടിയുണ്ട് അല്ലേ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ